മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നം വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. മയക്കുമരുന്ന് കടത്തിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പിടിയിലായി എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഭാരവാഹി കൂടിയായ മുഹമ്മദ് ഹുസൈനും പി എ അബ്ദുൽ സലാം, പി എ അബ്ബാസ് എന്നിവരാണ് പിടിയിലായിട്ടുള്ള പ്രമുഖരായ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ. ഇവരെല്ലാവരും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും വി ഡി സതീശൻ്റെ അടുപ്പക്കാരുമാണ്. വാഹന നമ്പർ ഉൾപ്പെടെ പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയായതുകൊണ്ട് ഇവർ പിടിയിൽ അകപ്പെടുകയാണ് ചെയ്തത്. ആളെ തിരിച്ചറിയാതെ നടത്തിയ പരിശോധന അല്ലെങ്കിൽ ഇക്കുറിയും ഇവർ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല ഇത് റെയ്ഡ് ചെയ്ത് പിടിച്ചത്. അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് വി ഡി സതീശൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിൻ്റെ കൃത്യമായ ചിത്രമുണ്ട്. അപ്പോൾ മുഹമ്മദ് ഹുസൈൻ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ തന്നെ അദ്ദേഹം വി ഡി സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. വി ഡി സതീശൻ്റെ പേരിലുള്ള ഗ്രൂപ്പുകളുടെ അഡ്മിനായിരുന്നു അദ്ദേഹം. സതീശൻ്റെ വീഡിയോകളും പോസ്റ്ററുകളും ഷെയർ ചെയ്യുന്നതും ഇദ്ദേഹമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്ഥിരം സന്ദർശകരാണ് ഇവരെല്ലാം എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഹുസൈൻ്റെയും ഈ കേസിലെ മറ്റൊരു പ്രതി സലാമിൻ്റെയും വീട്ടിൽ വി ഡി സതീശൻ്റെ സന്ദർശനം നടത്തിയ ചിത്രങ്ങളും നമുക്ക് ലഭ്യമായിട്ട് ഉണ്ട്. ഇതിൻ്റെ എല്ലാം വീഡിയോ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന ആളുകൾ തന്നെ ലഹരി കടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് മാറുന്നു എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം കാണേണ്ടുന്ന പ്രശ്നമാണ്. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം അബ്ദുൾ സലാം നിയമസഭയിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തുഫാൻ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് തന്നെയാണ് ആദ്യം ഈ തുഫാൻ സംഘടിപ്പിക്കേണ്ടത്. അത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ മയക്കുമരുന്ന് സംഘത്തിൻ്റെ കേന്ദ്രമായി സ്വന്തം ഓഫീസ് മാറുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടുന്ന കാര്യമായിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ രസകരമായ ഒരു സംഭവം വേറെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു. ഇങ്ങനെയുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റുകൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് മെറ്റയെ ഉപയോഗപ്പെടുത്തുകയാണ്, അത് ഇല്ലാതാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ളതുമായി ബന്ധപ്പെട്ട് മെറ്റ സംവിധാനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടാണോ രക്ഷപ്പെടാൻ ശ്രമിച്ചത്, അതേപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രധാനമന്ത്രിയുടെ പാത പിന്തുടർന്ന് മെറ്റ വിഭാഗത്തെ ഉപയോഗിച്ച് വിമർശനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന വിവരങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്.